അപ്പോഴും മുസ്ലിയാർ ചിന്തിക്കണം വല്ലിക്കുത്തുന്നതാണ്. അതാ മുസ്ലിയാരുടെ ചിന്ത. ഇത് ശിർക്കാണ്, അത് ഒഴിവാക്കണം, അത് കുഫ്രാണ്, അത് മാറ്റിവെക്കണം, റബ്ബിനോട് മാത്രം പ്രാർത്ഥന. ആ തത്തം പഠിക്കല്ല, നേരെ മറിച്ച് ബിരിയാണി തിന്നുന്ന കാര്യം ആലോചിക്കാം മുസ്ലിയാർ. എന്നിട്ട് മസാല ചോദിക്കാൻ, ആ മസാല ഞങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്ക്, രണ്ടും അംഗീകരിക്കുന്ന ആളുകളോട് ചോദിക്ക്. കേട്ടോളൂ, ഇത് ഡോക്യുമെന്ററി, ഞങ്ങൾ ഇറക്കിയ ഡോക്യുമെന്ററി അല്ല. ഈ നാട്ടിലെ സുന്നികൾ തന്നെ, സമസ്തക്കാർ തന്നെ ഇറക്കിയ ഡോക്യുമെന്ററിയാണ്. ആ ഡോക്യുമെന്ററിയിൽ കൃത്യമായി തന്നെ കാര്യം പറയുന്നത് കേട്ടോളൂ. ആരാണ് ഈ 10,000 വട്ടം കാഫറാക്കിയത്, 100 വട്ടം കാഫറാക്കിയത് എന്ന്. താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ശൈഖുന ശംസുൽ ഉലമായ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. ആ പറഞ്ഞ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തെറിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചെല്ലാരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? അതിന്റെ ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കിന്റെ മേലാണ്, അത് ഉള്ളാൾ തങ്ങൾ ഹക്കിന്റെ മേലാണ്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി, വഖദ് കഫറ, പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മഅ്തൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ, എന്താണ്? മാത്രമല്ല അദ്ദേഹം ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ, ഹക്കിന്റെ എതിരിൽ പറയുമ്പോൾ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊന്മളക്കാരൻ അനുയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു. കേട്ടോളൂ. ഉലമായിനെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായിപ്പോവും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുള്ള പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. കണ്ടോ? അപ്പോ ഇനി തീരുമാനം പറയണം. എന്താ ചെയ്യേണ്ടത്? ആരർത്താലാ തിന്നേണ്ടത്? അവരർത്താൽ തിന്നാൻ പറ്റുമോ? ഇവരർത്താൽ തിന്നാൻ പറ്റുമോ? ആരർത്താലാ തിന്നേണ്ടത്? ഏത് സദ്യക്കാ പോകേണ്ടത്? അതൊക്കെ പരസ്പരം തീരുമാനിച്ചിട്ട് വേണ്ടേ ഞങ്ങളുടെ പേര് വന്നിട്ട് ഫത്വ ചോദിക്കാൻ, ഞങ്ങളുടെ അടുക്കൽ ഫത്വ ചോദിക്കാൻ? ആ ഫത്വ ആദ്യം നോക്കണ്ടേ? ആരർത്താൽ തിന്നാം, ഏത് ഗ്രൂപ്പ് അർത്താൽ തിന്നാം, ഏത് ഗ്രൂപ്പുകാരാണ് സത്യത്തിലുള്ളത്? അത് ഒരാൾ പറയുന്നു ഇയാൾ കാഫർ എന്ന് പറഞ്ഞതോടുകൂടി അയാൾ കാഫറായി.
മറ്റേയാള് പറയുന്നു മറ്റവര് കാഫിറാണ്. അങ്ങനെ പരസ്പരം കാഫിറാക്കി ഏറ്റവും വലിയ കുഫ്രിയത്തിന്റെ കൊടുമുടിയിൽ നിന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തോട് ന്യായീകരണം ചോദിക്കുകയാണ് ഇവിടെ ചെയ്തത്. എന്നിട്ട് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവര് കാഫിറാണ് ഇവര് കാഫിറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അത് മാത്രമല്ല പിന്നെ എന്താ നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിഞ്ഞെന്നറിയോ? പിന്നെ മൂപ്പര് വേറൊരു സംഗതി കൊണ്ട് ആ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഒരുപാട് സ്ഥലത്ത് ഇത് നടന്നിട്ടുണ്ട്, ഞങ്ങള് നേരിട്ടിട്ടുണ്ട്. എന്താന്നല്ലേ, ഇവിടെ മൂപ്പര് കുറെ നേരം കരഞ്ഞു, വല്ലാത്ത കരച്ചിൽ. എന്നിട്ടോ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഒരു തെഗാഡിയുണ്ട്, അതാരാ എന്ന് മൂപ്പര് ഇങ്ങനെ പിരിശം വെപ്പിച്ച് കരയാ. ഉമ്മമാരെ, മുഹമ്മദ് നബിയുടെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബ അത് തല്ലി തകർക്കണമെന്ന് പറഞ്ഞ തൊഗാടിയാന്നൊക്കെ പറഞ്ഞ മൂപ്പര് പ്രസംഗിക്കുന്നത്. ഇടക്കിടക്ക് മൂപ്പര് അങ്ങനെയുള്ള കുറെ പ്രയോഗമാണ്. ഗുരുത്തം കെട്ട മുസ്ലിയാരെ, മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ ഇടക്ക് വിളിക്കുന്നുണ്ട്. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അവിടെ 10 പിരിയം ജയിച്ചിരിക്കുന്നു. ആ കാര്യത്തിൽ 10 പിരിയം ജയിച്ചിരിക്കുന്നു. കാര്യം എന്താ അറിയോ? അത് ഇവരുടെ ഒരു സംസ്കാരമായി തന്നെ ഇവർ പഠിപ്പിക്കപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈക്കാരൊക്കെ ഡോക്യുമെന്ററിയിൽ ഇവരുടെ പ്രസിഡന്റ് മുതൽ 10 പിരിയം വരെയുള്ള മുഴുവൻ ആളുകളെയും ക്ലിപ്പിട്ടതിന് തെളിവ് ഉദ്ധരിക്കുന്നുണ്ട്. അവരെ മുജാഹിദുകളെ തെറി അഭിഷേകം ചെയ്താൽ അതിന് മറുപടി പറയുന്നില്ല. അതിന്റെ സാമ്പിൾ ആ ഡോക്യുമെന്ററിയിൽ നിന്നൊരു സാമ്പിൾ കണ്ടോളൂ. നിങ്ങളുടെ മേൽ ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് നിറയെ ഉണ്ടെന്നത് നിങ്ങൾക്കറിയാമല്ലോ. അനുയായികൾക്ക് അതറിയില്ലെങ്കിലും ദീനിനെ സ്നേഹിക്കുന്ന ജനങ്ങളെ നിങ്ങൾക്കറിയുമോ? സ്റ്റേജിൽ നിന്ന് ഇവരെന്ത് പറഞ്ഞാലും തക്ബീർ വിളിക്കാൻ ഇവർ ഒരുക്കി നിർത്തിയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. എന്ത് കേട്ടാലും ഇവർ തക്ബീർ മുഴക്കും. ഇവർ പറയുന്നത് ശ്രദ്ധിക്കൂ. ഒരു ഉദാഹരണം. നിന്റെ മാപ്പന്റെ സ്കൂള്, നിന്റെ മാപ്പന്റെ സ്കൂള്. മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ, മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ അവർ ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആരുമാകോ? ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആരുമാകോ? എന്റെ പ്രിയപ്പെട്ടവർ, ഖുർആനിക്ക് മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കാന്തപുരത്തെ സഖാവ് എന്ന് വിളിക്കാൻ അവൻ ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഖുർആനിക്ക് മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കാന്തപുരത്തെ സഖാവ് എന്ന് വിളിക്കാൻ അവൻ ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാണ്. മഹാനായ കാസിമി ഉസ്താദിനെ മെന്റലാണെന്ന് വിളിച്ചു പോകുന്ന ഇയാളുടെ ആഖിറം എന്തായിരിക്കും? തക്ബീർ മുഴക്കുന്ന അനുയായികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവരെ രക്ഷിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ കൂടെ രക്ഷപ്പെടുമോ? തെറി പ്രഭാഷണങ്ങളും കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടും കാരന്തൂരികളുടെ തനി സംസ്കാരമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വ്യക്തികളെ തേജോവധം ചെയ്യലോ ഇടിച്ചു താഴ്ത്തലോ ഞങ്ങളുടെ ലക്ഷ്യമല്ല. കണ്ടോ? അപ്പൊ പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയണ്ട. സ്വന്തം ഗ്രൂപ്പ് അപ്പുറത്ത് വേറെ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ പോലും പച്ചക്ക് വിളിക്കുകയാണ്. ആ രൂപത്തിലുള്ള പ്രയോഗങ്ങളാണ്.